സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിവസം അവസാനിക്കാനിരിക്കെ കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പിലേക്കുള്ള തേരോട്ടം തുടരുകയാണ്. 704 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു. തൊട്ടു പിന്നാലെ 690 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും 688 പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തുമാണ്. പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം HSS ആണ് ഓവറോൾ സ്കൂൾ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, അങ്ങനെ കണ്ണൂർ തന്നെ ഇത്തവണ കപ്പടിക്കുമോ? ഡോക്ടർ, തീർച്ചയായിട്ടും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പ് നേടിയത് കണ്ണൂർ ജില്ലയാണ്. അന്ന് വലിയ ആവേശത്തിലായിരുന്നു കണ്ണൂർ ജില്ല ഈ സ്വർണ്ണക്കപ്പ് നേട്ടം ആഘോഷിച്ചത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു തേരോട്ടമാണ് ഇത്തവണ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന നിൽപ്പിൽ തന്നെ പോയിന്റ് നിലകളൊക്കെ മാറി മറിയുകയാണ്. ഇപ്പോൾ 709 പോയിന്റായി ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൻ്റെ പോയിന്റ്. 693 പോയിന്റായി കോഴിക്കോടിൻ്റെ പോയിന്റ് മാറി. തൊട്ടു പിന്നാലെ തൃശ്ശൂർ 691 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും നിലനിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായത് അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പ് നേടിയത് തൃശ്ശൂർ ജില്ലയായിരുന്നു. ആ തൃശ്ശൂർ ജില്ല ഇത്തവണ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സ്കൂൾ ലെവൽ, അതായത് ഓവറോൾ സ്കൂൾ ലെവലിൻ്റെ റാങ്കിങ്ങിൽ BSS ഗുരുകുലം ആലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത്. അത് ഏകദേശം, അതായത് ആലത്തൂരിനെ പൊട്ടിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന തരത്തിലേക്ക് റാങ്കിങ് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ 10 മണിയോട് അടുക്കുന്ന സമയത്തും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4 വേദികളിൽ മത്സരം പൂർത്തിയായിട്ടില്ല. മത്സരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ പ്രധാനപ്പെട്ട വളരെ ജനകീയമായിട്ടുള്ള ചില മത്സര ഇനങ്ങൾ കൂടിയുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർ താങ്ക് യു. അർജുൻ കല്യാടാണ് കലോത്സവ നഗരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.